പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമാവിധം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ നമ്മുടെ മക്കള് പല പല പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. SSLC പരീക്ഷ, +2 പരീക്ഷകൾ, മറ്റ് ഡിഗ്രി പരീക്ഷകൾ. ഒത്തിരിയേറെ മക്കളാണ് ഈ സമയത്ത് SSLC പരീക്ഷ എഴുതുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മക്കളെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രത്യേക മാവിധത്തില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള മക്കള്, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ മക്കളെയും പ്രത്യേക മാവിധം സമർപ്പിച്ചുകൊണ്ട് പരീക്ഷാ വിജയം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് കുറെ പേര് വേദനയോട് പറയുന്ന മക്കൾ പഠിച്ചിട്ട് ഓർത്തിരിക്കുന്നില്ല, പഠിക്കാൻ പറ്റണില്ല, ഇതുവരെ മൊബൈൽ അടിമത്തത്തില് ആയിരുന്നു, ഇപ്പൊ പഠിക്കാൻ നോക്കിയിട്ട് നടക്കണില്ല, അതുകൊണ്ട് വീണ്ടും ഉറക്കം വിളിച്ച് ഇരുന്ന് മൊബൈലിരിക്കുന്നു, അല്ലെങ്കിൽ അലസമായിട്ടിരിക്കുന്നു. അങ്ങനെ പഠനത്തില് നമ്മുടെ മക്കളെ തടസ്സപ്പെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വിടുതൽ കിട്ടണം, നമ്മുടെ മക്കൾക്ക് ഓർമ്മ കിട്ടണം, നമ്മുടെ മക്കൾക്ക് ശക്തി കിട്ടണം, നമ്മുടെ മക്കൾക്ക് ധൈര്യം കിട്ടണം, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള താല്പര്യം വേണം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇത് നമ്മള് മക്കളോട് ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസത്തിന്റെ ശക്തിയും സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകളും ഒരു വലിയ സഹായം നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനം അമോന്യർക്ക് എതിരെ യുദ്ധം ചെയ്യുമ്പോ മോശ ഇതാ മലമുകളില് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൃദ്ധനായ മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കരങ്ങൾ തളരുന്നുണ്ട്. അത് താഴുമ്പോ ഇതാ ഇസ്രായേൽ ജനം തോൽക്കുക. നമുക്കറിയാം, അവിടെ നിന്ന് കാണുന്നുണ്ട്, ഹൂറും ജോഷുവായും കൂടി ഈ മോശയുടെ കരം ഉയർത്തിപ്പിടിച്ചു, 2 കല്ലുകളൊക്കെ വെച്ച് താങ്ങി നിർത്തി ആ വൃദ്ധനായ മോശയുടെ കരം. അതുപോലെ നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും അച്ഛന്റെയും നമ്മുടെയൊക്കെ കരങ്ങള് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട് നിൽക്കണം. നമ്മുടെ മക്കള് പരീക്ഷയില് പല പല പ്രലോഭനത്തില്, സത്യം പറഞ്ഞ നമ്മുടെ മക്കളൊക്കെ വലിയ യുദ്ധത്തിലാണ്. അതുകൊണ്ട് ഈ പരീക്ഷയില് അതിജീവിക്കാനും നന്നായിട്ട് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരുന്ന് എഴുതാനും നല്ല വിജയം കൈവരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവാലുവേഷൻ നടത്തുന്ന അധ്യാപകര്, അതൊക്കെ നമ്മുടെ മക്കൾക്ക് അനുകൂലമാകാൻ വേണ്ടി ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മള് അപ്പസ്തോല പ്രവർത്തനത്തില് 12-ാം അധ്യായത്തിന് 5-ാമത്തെ വചനത്തില് യാക്കോബ് സ്ലീഹ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ അത് യഹൂദരെ സന്തോഷിപ്പിച്ചു എന്നറിഞ്ഞ ഹെരോദേസ് നമ്മുടെ പത്രോസ് സ്ലീഹായെ പിടിച്ച് കാരാഗൃഹത്തിലടച്ചു. ഇത് കണ്ട് വേദനിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ 5-ാമത്തെ നാം ഇങ്ങനെ വായിക്കുന്നത്, സഭ മുഴുവനും അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതായത് പത്രോസ് സ്ലീഹ കാരാഗൃഹത്തിൽ കിടക്കും. ആ സമയത്ത് സഭ മുഴുവനും ദൈവത്തോട് അവന് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന നമ്മുടെ മക്കള്, ദുശ്ശീലങ്ങളിൽ പെട്ടുകിടക്കുന്ന മക്കള്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, അങ്ങനെ പല പല പ്രതിസന്ധികള്, മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, ഈ മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഓരോ ദിവസവും പല പല മേഖലകളില് പല പല അവസ്ഥകളില് ശക്തമായിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ കരങ്ങൾ ഉയർത്തി ദിവ്യകാരണ സന്നദ്ധിയില് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി തീഷ്ണമായിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് നന്നായിട്ട് പഠിക്കണം, നമ്മുടെ മക്കള് നന്നായിട്ട് പരീക്ഷ എഴുതണം, നമ്മുടെ മക്കള് വലിയ വിജയം നേടണം, നമ്മുടെ മക്കള് പഠിക്കാൻ തടസ്സപ്പെടുന്ന ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങളോ മൊബൈൽ അടിമത്തങ്ങളോ കെട്ടുകളോ അലസതയോ പറ്റായ്മകളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറി പോകണം. പൈശാചികമായ തടസ്സങ്ങള് ബന്ധനങ്ങള് അഴിക്കപ്പെടണം. അങ്ങനെ നമ്മുടെ മക്കള്
ഉന്നതമായ വിജയം പ്രാപിക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് പരീക്ഷ എഴുതട്ടെ, വലിയ വിജയം കൈവരിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവിന്റെ മഹത്വവും, കർത്താവിന്റെ അഭിമാനവും, കർത്താവിന്റെ ജനവും, കർത്താവിന്റെ അവകാശവും, കർത്താവിന്റെ കീർത്തിയുമായി നമ്മുടെ മക്കൾ മാറട്ടെ. അത് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ കൂട്ടായ്മയ്ക്കും അഭിമാനിക്കാൻ വകയുള്ളതായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയില് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവസങ്ങളില് നിരന്തരമായിട്ട് തീക്ഷ്ണമായി ദൈവത്തോട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ല പരീക്ഷ ആശംസിക്കുകയാണ്. നിരന്തരമായി വിശുദ്ധ കുർബാനയിലും നിത്യാരാധനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും എല്ലാ മക്കൾക്കും വേണ്ടി കാർമൽ ധ്യാന കേന്ദ്രത്തില് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകം നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ മാസത്തെ ധ്യാനം 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെയും 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയും സാധിക്കുന്ന മക്കളൊക്കെ പങ്കെടുക്കുക. വാരാന്ത്യ ധ്യാനമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് അവസാനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും കൃപാജീവിതത്തിന്റെയും ദൈവൈക്യ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെ അടിയുറച്ച ജീവിതത്തിന്റെയും സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ കൃപകൾ നിറച്ചുകൊണ്ടുള്ള അഭിഷേക ജീവിതത്തിന്റെയും അടിസ്ഥാനത്തിലേക്ക് വരുവാൻ ഈ ധ്യാനം തീർച്ചയായും നിങ്ങളെ സഹായിക്കും, നമ്മെ സഹായിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും ധ്യാനത്തിന് ക്ഷണിക്കുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം ദിവ്യകാരുണ്യ യാത്രയൊക്കെ പോയി. കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, ഭരണങ്ങാനം റൂട്ടിലൂടെയൊക്കെ നമ്മൾ പോയി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഇനിയും അങ്ങോട്ട് കർത്താവിന്റെ സാന്നിധ്യ ശക്തി, യുദ്ധത്തില് നമുക്ക് വിജയം നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ വലിയ ശാന്തത എല്ലാ മക്കളിലും, എല്ലാ കുടുംബത്തിലും, പ്രത്യേകിച്ചും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും നിറയപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ. ഒത്തിരിയേറെ അഭിഷേകം പ്രാപിക്കാനും നടുവേദനയൊക്കെ പരിപൂർണമായിട്ട് മാറാനും സൗണ്ടിന്റെ പ്രശ്നങ്ങൾ തീരാനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി അങ്ങോട്ട് ഒത്തിരി ധ്യാനങ്ങളാ. നോമ്പ് കാലം വരുന്നു. ഒത്തിരി കൺവെൻഷനുകള്, ഒത്തിരി ധ്യാനങ്ങള്, മീഡിയ, എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. പക്ഷെ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഓരോ ദിവസവും അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ അനാഥരായിട്ട് വിടാതെ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അങ്ങ് തന്നെയാണല്ലോ ഞങ്ങളുടെ കൂടെ വസിക്കുന്നത്. ഞങ്ങളിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറച്ച് അങ്ങയുടെ സാന്നിധ്യ ശക്തി ഉറപ്പിച്ച് അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ അങ്ങ് തിരുമനസ്സായിരിക്കുന്നല്ലോ. ഈശോയെ, എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്താവെ, ഈ ദിവസങ്ങളിലൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങുണ്ടായിരിക്കണം. അവരെ പഠിപ്പിക്കാൻ, അവരെ സഹായിക്കാൻ, അവരെ ഉണർത്താൻ, പരീക്ഷ എഴുതുവാൻ, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ, പരീക്ഷയിൽ വിജയം കൈവരിക്കത്തക്ക വിധം അവരുടെ മാർക്ക് ഇടുന്നവരും ഇവാലുവേറ്റ് ചെയ്യുന്നവരും കർത്താവെ, എല്ലാ മേഖലകളും എല്ലാ വ്യക്തികളും ഞങ്ങളുടെ മക്കൾക്ക് അനുകൂലമായി തീരാൻ ഈശോയെ അവിടുന്ന് അതിശക്തമായിട്ട് ഇടപെടണമേ. അങ്ങ് പറഞ്ഞില്ലേ, ഒരുവന്റെ മാർഗം കർത്താവിന് സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും അവരോട് ഇണങ്ങിക്കഴിയുന്നു. കർത്താവെ, എല്ലാ പരീക്ഷകളും ഞങ്ങളുടെ മക്കളോട് ഇണങ്ങിക്കഴിയട്ടെ. എല്ലാം ഞങ്ങളുടെ മക്കൾക്ക് അനുകൂലമാകട്ടെ. എല്ലാ തടസ്സങ്ങളും, പരീക്ഷാ ഭയം, പഠിക്കാൻ പറ്റാത്ത അവസ്ഥകള്, ചില അടിമത്തങ്ങള്, ചില തർക്കദോഷങ്ങള്, മൊബൈലിലെ ചില അടിമത്തങ്ങള്, കർത്താവെ, ചില മുറിവുകള്, ഉത്കണ്ഠ, ഭയം, നിരാശ, മറന്നുപോകുന്ന അവസ്ഥകള്, ചില പഠന വിഷയങ്ങള്, ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥകള്, ഈശോയെ അങ്ങ് ഇടപെടണം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താല്
പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവ് അനുസ്മരിപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകട്ടെ. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കർത്താവെ, ആ മക്കളെ അവിടെ നിന്ന് പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ. ഇപ്പൊ ദൂര സ്ഥലത്ത് പല വിഷയങ്ങൾക്ക് വേണ്ടി SSLC പരീക്ഷ, മറ്റു പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ പരീക്ഷയിലും വിജയിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ അവകാശവും അങ്ങയുടെ അഭിമാനവും അങ്ങയുടെ മഹത്വവും അങ്ങയുടെ കീർത്തിയും അങ്ങയുടെ സ്വന്തമായ കരുത്തും ഉള്ളവരുമായിട്ട് തീരട്ടെ. പ്രാർത്ഥിക്കുന്നു ഈശോയെ, മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ മക്കളുടെ പരീക്ഷാ മേഖലകളിൽ ശക്തമായി പ്രകടമാകുവാൻ, കർത്താവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് കർത്താവ് യുദ്ധം ചെയ്യുന്ന വലിയ അടിസ്ഥാനത്തില് ഉന്നതമായ വിജയം നേടുവാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. പരീക്ഷയിൽ നിന്ന് എല്ലാ മക്കളെയും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ശക്തിയും അഭിഷേകവും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ പരീക്ഷയിൽ വിജയിപ്പിക്കണമേ, അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായി കരങ്ങൾ ഉയർത്തിയ മക്കൾക്കായി പ്രാർത്ഥിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് എല്ലാ ഭയത്തിൽ നിന്നും എല്ലാ അലസതയിൽ നിന്നും മടിയിൽ നിന്നും ഒക്കെ മാറ്റി തീക്ഷ്ണതയുള്ള മക്കളാക്കി മാറ്റി അങ്ങയുടെ സഹായത്താൽ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതട്ടെ, ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ. അങ്ങയുടെ നാമം അതിലൂടെ മഹത്വപ്പെടട്ടെ. ആമേൻ.